ഇപ്പോൾ ആ പിതാവിന്റെ പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ അതിക്രൂരനാണ് എന്നുള്ളതായിരുന്നു പിതാവിന്റെ പ്രതികരണം. വീട്ടിലേക്ക് വിളിക്കാനായി മകൾക്ക് ഫോണില്ല എന്നുള്ളൊരു കാര്യം കൂടി പിതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീട്ടുകാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ അനുവദിച്ചിരുന്നില്ല രാഹുൽ എന്നുള്ള കാര്യം. രാഹുൽ സൈക്കോയാണ് എന്നുള്ളൊരു കാര്യം കൂടി പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ആംബുലൻസിനകത്ത് വെച്ച് പോലും ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന നിലയിലേക്കുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിയിലേക്ക് പോകാനാണ് തീരുമാനം എന്നുള്ളൊരു കാര്യം കൂടി പിതാവ് പറയുന്നു. ആ പിതാവിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. വിളിക്കാനായിട്ട് അവളുടെ കയ്യിൽ മൊബൈൽ ഇല്ലല്ലോ, അവൻ വിളിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതല്ലേ കഴിഞ്ഞ ദിവസം ഈ മൊബൈൽ തല്ലി തകർത്തു. മകളുടെ അവൻ തല്ലി തകർത്ത് കളഞ്ഞു. ഞങ്ങൾ ഈ വാതിൽ തുറന്ന് കയറുമ്പോൾ തന്നെ ഈ മൊബൈൽ തല്ലി തകർത്തിട്ടേക്കണതാണ്. അതിൻ്റെ ഫോട്ടോ പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് അവൻ്റെ രീതിയും സ്വഭാവവും. ഒരു സൈക്കോ മോഡൽ. ഇതെന്ത് സ്വഭാവം എന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഈ കുട്ടിയെ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ആംബുലൻസിന് കൊണ്ടുപോകും. ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തിരിക്കുകയാണ് ബെൽറ്റിട്ട്. ആ കുട്ടിയെ വരെ, അങ്ങനെയുള്ള ഒരാളെ വരെയും മർദ്ദിക്കുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ചു. ആംബുലൻസിനുള്ളിൽ വെച്ച് അവളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അവ ശവത്തേൽ കുത്തുന്നത് പോലെയല്ലേ ഇത്? ഒരു രോഗിയെ മർദ്ദിക്കൂ ആരെങ്കിലും? എത്ര ക്രൂരനായാലും ദുഷ്ടനായാലും മർദ്ദിക്കൂ. അപ്പോൾ ഇത്തരം സ്വഭാവമുള്ള ഒരാളായിരിക്കണം. രക്ഷപ്പെടാൻ പാടില്ല, ശിക്ഷിക്കപ്പെടണം. കോടതി അത് പരിശോധിക്കണം, പുനഃപരിശോധിക്കണം. അതാണ് ഞാൻ. പക്ഷേ അവൾക്ക് ഇത്തരത്തിലുള്ള പ്രേരണ അല്ലെങ്കിൽ ഭീഷണി വന്നപ്പോൾ അവൾ ഒറ്റയ്ക്കല്ലേ, ഞങ്ങൾ ആരും ഇല്ലല്ലോ. അവൾ 3-ാം തീയതി ഇവിടുന്ന് പോയിട്ട് പിന്നെ അവരുടെ കസ്റ്റഡിയിലല്ലേ. അപ്പോൾ അവൾക്ക് ഗത്യന്തരമില്ലാതെ കുറ്റം ചെയ്യാത്തവർ വെറും കുറ്റം ഏറ്റുപറയേണ്ട സാഹചര്യം വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അവൾ പെട്ടുപോയി, അങ്ങനെ പറയേണ്ടി വന്നു. അതിൽ അവൾക്ക് പശ്ചാത്താപം കൊണ്ട് ദുഃഖമുണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഒരു സാഹചര്യത്തിലാണ് പറയേണ്ടി വന്നത്. അവൾ അതിനുശേഷം കരഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ കുടുംബാംഗങ്ങളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. തെറ്റായതല്ലേ. അവൾക്ക് എന്താണ് മുറിവേറ്റിട്ടില്ല, എനിക്ക് പരിക്കേറ്റിട്ടില്ല. ഇതെല്ലാം ഡോക്ടേഴ്സിൻ്റെ തെളിവല്ലേ. അവൾക്ക് പരിക്ക് പറ്റിയത് കഴുത്തിനുണ്ടായ ആ കറുത്ത പാട് അത് മറുകാണ്, അത് ജന്മനാനുള്ളതാണെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ തെറ്റായതല്ലേ. അത് കോടതി അംഗീകരിക്കില്ല, ആ ഡോക്ടേഴ്സ് അംഗീകരിക്കില്ല. അപ്പോൾ ഡോക്ടേഴ്സ് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നല്ലേ. അത് ആ ബെൽറ്റിട്ട് മുറുക്കിയതാണ്. അതെ അതെ അതെ. ആരോഗ്യമെന്ന് വെച്ചാൽ അവൾ മാനസികമായിട്ടെന്ന് വെച്ചാൽ വളരെ അപ്സെറ്റാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അവൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. അവനിങ്ങനെയാണെങ്കിൽ പോലും അവനുമായിട്ട് ജീവിക്കാനായിട്ട് ഒരു പക്ഷേ ആഗ്രഹിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇവളെ പ്രേരിപ്പിച്ച് അവൾ മൊഴിമാറ്റി പറഞ്ഞ് അത് കോടതിയിൽ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. അത് ഒരുമിച്ച് ജീവിക്കാനായിട്ട് കോടതി സമ്മതിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് വിടുകയും ചെയ്തു. FIR റദ്ദ് ചെയ്യുകയും ചെയ്തു. ഞാനതിൻ്റെ പിന്നിൽ ഒന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വരെയും മോശമായിരുന്ന ഒരാൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ. അത് കുടുംബത്തിനും സമൂഹത്തിനും ഒരു മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അവർ ജീവിച്ചോട്ടെ. പക്ഷെ വീണ്ടും ഇതേപോലെ ഉള്ള സംഗതികൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അതെനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മകൾക്കും ഇനി സഹിക്കാൻ പറ്റില്ല. മോൾക്ക് മാനസികമായിട്ട് ഇതാണ്. പിന്നെ തലക്ക് വേദനയുണ്ട്. തലക്ക് ഇടിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ ചുണ്ട് അവൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വർത്താനം പറയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഇടിച്ചിട്ട് ഈ ചുണ്ടോട് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ കണ്ണിന് ഒരു ഇതല്ല. അപ്പം അത് അവിടെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണണം, വേറൊരു ഡോക്ടറെ കാണണം. ഇവിടുന്ന് സ്വാഭാവികമായിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഇൻറ്റിമേഷൻ പോകുമല്ലോ. കൊച്ചിയിൽ പറഞ്ഞാൽ ഇവിടെ പറവൂരായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡോക്ടർ ഇൻറ്റിമേഷൻ കൊടുക്കുമല്ലോ സ്റ്റേഷനിൽ. അതെ 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 അതെ. ഇല്ലില്ല, പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്തരം ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ സമ്മതിക്കുമോ? അവളും തീർച്ചയായപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഒരിക്കലും ജീവിക്കാൻ തയ്യാറല്ല എന്ന്. ഞങ്ങളും അതുകൊണ്ട് അതേപോലെ തന്നെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ട് ഈ പോലീസ് സ്റ്റേഷനിലുണ്ടവൻ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ ഇവളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും അവരുടെ വീട്ടിലായിരുന്നു. ആ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു അങ്ങയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്കിത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി വന്നു. അവിടെ ചെന്ന് ഇതൊക്കെ എടുത്തു. അപ്പോൾ അവിടെ വാതിൽ പൂട്ടിയിട്ടെങ്കിലും താക്കോലൊക്കെ ഉണ്ട്, അമ്മയും ഉണ്ട് അവിടെ. പക്ഷേ ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ കടത്തി വെച്ചിരിക്കുകയാണ്.
അങ്ങനെ ഒരു പണിപ്പെട്ടി ഏതാണ്ട് ആശാരിനെ കൊണ്ടുവന്നിട്ട് അത് തുറപ്പിച്ച് അകത്ത് കയറിയപ്പോൾ തന്നെ വെച്ചാൽ ഇവളുടെ ഈ മൊബൈൽ ഇങ്ങനെ തകർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ മറ്റേ റൂമിൽ ചെന്നപ്പോൾ ഈ മദ്യക്കുപ്പികൾ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടു. ചില്ലറ പീഡനമൊന്നുമല്ല ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ പിതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്.